ഭാര്യ ചോദിക്കുന്ന പൈസ ഇല്ലല്ലോ, ഭർത്താവ് പറയുന്ന വീടെങ്ങനെ വെക്കാനാണ്, പടച്ചവനെ പൈസയില്ല, പലിശക്കെടുക്കാൻ പറയുകയാ, ലോൺ എടുക്കാൻ പറയുകയാ. ആ സമയത്ത് പറയുകയാണ് ഹറാമായ പണം കൊണ്ട് വീട് പണിയണ്ട, പലിശക്കെടുത്തിട്ട് പണിയണ്ട, പടച്ച റബ്ബൊരു വഴി കാണിച്ചു തരും. വസ്തു തന്ന അല്ലാഹുവിനറിയാ തറ കെട്ടിത്തരാൻ, തറ കെട്ടിയ റബ്ബിനറിയാ വാർത്തു തരാൻ. പടച്ചവനെ വീട് തരാൻ പടച്ച റബ്ബിനറിയുമടോ. പറഞ്ഞു കൊടുക്കണം പെങ്ങള്, ഹറാമിൽ നിന്നൊഴിയണം പെങ്ങള്. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, മക്കളെ പിഴപ്പിച്ച് കളയരുത്. വാപ്പയോട് പറയുകയാണ്, നിന്റെ മകന് കഞ്ചാവ് അടിക്കാറില്ല, കള്ള് കുടിക്കാറില്ല, എന്നാൽ എന്റെ പ്രിയപ്പെട്ടവര് ആ കള്ളിന് ലഹരിയുള്ളതുപോലെ ഒരു ലഹരി സമ്പത്തിനുണ്ട്. എത്ര കിട്ടിയാലും മതി വരുന്നില്ല, വാരി കൂട്ടുകയാണ്. പടച്ചവനെ 99 രൂപയുള്ളവന് 100 വേണം, 999 ഉള്ളവന് 1000 വേണം. പടച്ചവനെ എത്ര കിട്ടിയാലും മതി വരാതെ പിന്നെയും പിന്നെയും വാരി കൂട്ടുകയാണ്. പാവപ്പെട്ടവന്റെ കഞ്ഞിക്കകത്ത് കൈയിട്ട് വാരുന്ന എത്രയോ സമ്പന്നന്മാരുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ തികയുന്നില്ലല്ലോ. കോടാനുകോടി ആസ്തിയുള്ളവനും പിന്നെയും സമ്പാദിക്കുകയാ, മതിയെന്ന് പറയുന്നില്ല. അതുകൊണ്ട് ഞാൻ സാന്ദർഭികമായൊരു കാര്യം പറയുകയാണ്, ഉപദേശിക്കണേ വാപ്പാ. പൊന്നുമക്കള് ചോദിക്കുന്നത് മുഴുവനും വാങ്ങിക്കൊടുക്കുന്നത് സ്നേഹമല്ല, ദ്രോഹമാ. നിന്റെ മക്കളോട് ചെയ്യുന്ന ദ്രോഹമാ. എന്നാ നിന്റെ ഭാര്യയെയും നിന്റെ മക്കളെയും വിളിച്ചിരുത്തിയിട്ട് നീ ഉപദേശിക്കാറുണ്ടോ? നീ ഉപദേശിക്കാറുണ്ടോ? ഉപദേശിക്കണം വാപ്പാ.